ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിനി ആൻഡ് ടേൽസ്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരാളെ പരിചയപ്പെട്ടാലോ? ഇത് ബി, ഞങ്ങളുടെ പെറ്റാണ്. ഷിറ്റ്സ് ആണ് ബ്രീഡ് വരുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് ബി മാഡത്തിനെയും കൊണ്ട് ഗ്രൂമിങ്ങിന് പോവാണ്. ഇന്ന് നമ്മുടെ ബി കുട്ടിയുടെ ഗ്രൂമിങ് ഡേ ആണ്. വേറെ ഒന്നുമല്ല, കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റൽ കേസ് ഇഷ്യൂസൊക്കെ കാരണം കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾക്ക് ബീനെ നേരെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പൊതുവേ അമ്മയും ശോഭിത്തുമാണ് കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ, ബിയുടെ കാര്യങ്ങളെല്ലാം നോക്കാറ്. നമ്മൾ ഇച്ചിരി ബിസി ആയത് കാരണം അവളെ നേരെ നോക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നല്ല ജട കെട്ടി. ഇങ്ങനത്തെ ബ്രീഡൊക്കെ വരുമ്പോൾ അതിൻ്റെ ഹെയറൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ നന്നായിട്ട് കെയർ ചെയ്താൽ മാത്രമേ അത് സ്ട്രെങ്ത് ആയിട്ടും നല്ല ഷൈനി ആയിട്ടൊക്കെ കിടക്കത്തുള്ളൂ. പക്ഷേ ഇത് കുറച്ചധികം നോട്ട്സ് ആയിപ്പോയി അവളുടെ കഴുത്തിൻ്റെ ഭാഗത്തും തലയുടെ ഭാഗത്തൊക്കെ എല്ലാം. അപ്പോൾ നമുക്ക് ബൈ മാനുവലി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വേദനയായിരിക്കും. പെറ്റ്സിനെല്ലാം നല്ല വേദനയായിരിക്കും. അതിനേക്കാളും പ്രോപ്പറായിട്ട് നല്ല പ്രൊഫഷണൽസിനെയൊക്കെ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ അവർ ആ ഒരു രീതിക്ക് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അവരതെല്ലാം മാറ്റി നന്നായിട്ട് ഹെയറൊക്കെ കട്ട് ചെയ്ത് കുളിപ്പിച്ച് സുന്ദരിക്കുട്ടിയായിട്ട് തരും. അങ്ങനെ ഞങ്ങൾ ബാർക്കോട് എത്തി. എന്താണെന്നറിയത്തില്ല, ഇന്ന് ട്രാവൽ ചെയ്തപ്പോഴും തൊട്ടേ ബി ഭയങ്കര സൈലൻ്റ് ആണ്. അവൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, എന്നെ അറുക്കാൻ കൊണ്ടുവന്നതാണോ എന്ന്. എന്തോ ഉടായ്പ മണക്കുന്നുണ്ടെന്ന് തോന്നുന്നു അവൾക്ക്. അങ്ങനെ കുട്ടി അധികം സന്തോഷമില്ലാത്ത രീതിയിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ അവിടെ കൊണ്ട് ചെന്നപ്പോൾ തന്നെ അവർ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞായിരുന്നു, നല്ല നോട്ട്സ് ഉണ്ട്, നമുക്ക് സീറോ ട്രിം ചെയ്ത് കളയാം. ഞങ്ങൾ പപ്പിക്കട്ടെല്ലാം വെട്ടി സുന്ദരിക്കുട്ടിയാക്കാമെന്ന് വിചാരിച്ചു, ഇതേപോലെയെല്ലാം. പക്ഷേ ഞങ്ങളുടെ ബി കുട്ടിയുടെ ഹെയർ ഫുള്ളായിട്ട് റിമൂവ് ചെയ്യേണ്ടി വരും എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അവൾക്കും ബെറ്റർ അതായിരിക്കും. കാരണം എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഹെയർ ഇരുന്ന് കഴിഞ്ഞാലും അറിയാൻ പറ്റത്തില്ല. അവൾ വെള്ളം എല്ലാം കുടിക്കുമ്പം ദേഹത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. നോട്ട്സും കൂടി ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാനും പറ്റത്തില്ല. അപ്പോൾ ഈ ജട ഉള്ളത് കാരണം ഫുള്ളി ഹെയർ റിമൂവ് ചെയ്തു. ഇത് കണ്ടോ, ബിയുടെ തൊട്ടടുത്ത് വേറൊരു പപ്പിയെ കൊണ്ടുവന്നത് ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കളറൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കളറിനോടൊന്നും അത്ര താല്പര്യം ഇല്ല, പക്ഷെ അതിനെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. ഞങ്ങളുടെ ക്യൂട്ട് ബേബി ഇപ്പം മുട്ടക്കുട്ടിയാവും. അങ്ങനെ ഞങ്ങൾ ബിയെ അവിടെ ആക്കിയിട്ട് നല്ല വിശപ്പടിച്ചപ്പോൾ തൊട്ടടുത്ത് സംസം ഉണ്ടായിരുന്നു. കുറുവൻകോണത്താണ് ഞങ്ങൾ പോയ സംസമിൽ. അവിടെ നിന്ന് ഡൈനാമൈറ്റ് ഷവായി വാങ്ങിച്ച് കഴിച്ചായിരുന്നു. നല്ല ഫുഡായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് വേഗം ഇറങ്ങി ബീയുടെ അടുത്ത് പോകണം. സാധാരണ ഞങ്ങൾ ബീയുടെ അടുത്ത് നിൽക്കാറുണ്ടായിരുന്നു. ഇന്ന് നല്ല വിശപ്പായിരുന്നു, അതുകൊണ്ടാണ് പോയത്. എന്തായോ എന്തോന്നും അറിയത്തില്ല. ബിഫോർ ആൻഡ് ആഫ്റ്റർ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. താഴത്ത് ഇന്നപ്പോഴേക്ക് കുറെ കേട്ടപ്പോൾ വിചാരിച്ച് ഇവളാണ് ഈ ബഹളം വെക്കുന്നതെന്ന്. ഇവളങ്ങനെ കൂട്ടിലിട്ട് ശീലമില്ല, ഫസ്റ്റ് ടൈമാണ് കൂട്ടി കിടക്കുന്നത്. കണ്ടപ്പോൾ സങ്കടം വന്ന്. സത്യം പറഞ്ഞാൽ ആളെ മനസ്സിലായില്ല അവളെ കണ്ടിട്ട്. ഇത് നമ്മുടെ ബീയുടെ തൊട്ടടുത്ത് ഗ്രൂമിങ് ചെയ്തുകൊണ്ടിരുന്ന പപ്പിയാണ്. ഇതാണ് പപ്പിക്കട്ട്. ഇങ്ങനെ വെട്ടാനായിരുന്നു ബിയെ കൊണ്ടുവന്ന. പാവം, ഞങ്ങളെ കൊച്ചിൻ്റെ മുടിയെല്ലാം എടുത്ത് കളഞ്ഞ് നല്ല ക്യൂട്ടായിട്ടില്ലേ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോ എക്സ്പ്രഷൻ ഇടും. അങ്ങനെ ഞങ്ങളുടെ ബിയെ കൈ കിട്ടി ഫുള്ളി ഹെയർ എല്ലാം റിമൂവ് ചെയ്തു, സീറോ ട്രിം ആക്കി. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും റാഷസോ അലർജീസോ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ബീനെ കാണാൻ പഗ്ഗിനെ പോലെ ഉണ്ട്. ഷിറ്റ്സുക്കുട്ടി ഇപ്പോൾ പഗ്ഗുട്ടിയായി. അങ്ങനെ അന്നത്തെ ദിവസം ഫുൾ അവൾ ഭയങ്കര ഡള്ളായിരുന്നു. ഒന്നുമില്ലല്ലോ, ഇങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ. അത് ഇവർക്ക് നല്ലത് അതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ നോട്ട്സൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല, എന്തെങ്കിലും അലർജിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. ടാറ്റാ.